ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. അപ്പോൾ രാവിലെ വർക്കിന് പോകാൻ ഞാൻ ഇടുന്ന ഒരു സിമ്പിൾ മേക്കപ്പ്, ഒരു സിമ്പിൾ ഡ്രസ്സ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു സ്ലീവ്ലെസ് ടോപ്പും ഒരു ബാഗി ജീൻസും ആണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരുമാത്രം മേക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് സൺസ്ക്രീൻ, പിന്നെ ഞാൻ ഒരു പൗഡർ ഇടും, കണ്ണെഴുതും, പൊട്ട് കുത്തും, ലിപ്സ്റ്റിക് ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ലാക്ടോക്യാലമൈൻ്റെ ആണ് കേട്ടോ. അത് 50+++ ഉണ്ട് SPF. അപ്പോൾ കുറച്ച് നേരം എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ഇടുക്കി ആയതുകൊണ്ട് അത് മാത്രം വെയിലില്ല, എന്നാൽ തന്നെയും ഇതിപ്പോൾ എൻ്റെ ഒരു ഡെയിലി റുട്ടീനാണ് കേട്ടോ സൺസ്ക്രീൻ. വേറൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല മുഖത്ത്. മോതിരം എൻ്റെ മുഖത്ത് കൊള്ളാതിരിക്കാൻ ഞാൻ ജസ്റ്റ് അതൊന്നെടുത്ത് മാറ്റി വെച്ചു. കാരണം അത് എൻ്റെ ഫേസിൽ ഒരു തവണ ഇങ്ങനെ ഉരസിപ്പോയിട്ട് മുറിഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് അപ്പം സൺസ്ക്രീൻ നമ്മൾ ഇടുക്കിക്കാരായതുകൊണ്ട് ഇവിടെ ടാൻ വരും, പക്ഷേ അത് ഈ ചിലർക്ക് ഇവിടുത്തെ കാറ്റ് പിടിക്കില്ല, അതുകൊണ്ട് ചിലർക്ക് ടാൻ വരും. അപ്പോൾ അങ്ങനെ. അപ്പോൾ സൺസ്ക്രീൻ പൗഡറാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഫൗണ്ടേഷൻ, കൺസീലറൊക്കെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് മുഖത്ത് അതുപോലെ പ്രസ് ചെയ്യുന്നത് ഒന്നും കൊണ്ടല്ല, നന്നായിട്ട് ബ്ലെൻഡ് ആവാനായിട്ടാണ്. പിന്നെ പൗഡർ പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്യൂട്ടിക്യൂറയുടെ പൗഡർ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഓയിലി സ്കിന്നാട്ടോ. അപ്പോൾ ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് പോകുമ്പോൾ ഫുൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ഓയിലി ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഓയിലി ആ ഒരു ടെക്സ്ചർ വരത്തില്ല. അതുകൊണ്ട് ഞാൻ പൗഡറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതാൻ പോവാണ് കേട്ടോ. അപ്പം കണ്ണെഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മൂഡനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഞാൻ കണ്ണിൻ്റെ മേൾവശം മാത്രം, അപ്പർ പോർഷൻ മാത്രം ചെയ്യും, അല്ലെങ്കിൽ ഓവർ പോർഷൻ ചെയ്യും, പിന്നെ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യും. അതിനൊക്കെ എനിക്ക് സമയം വേണം. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് സമയം കുറവായിരുന്നു. അപ്പം ഇത് ഭയങ്കര പാടാണ് തുറക്കാൻ എപ്പോഴും. ഇത് ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു ഐലൈനറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐലൈനർ. കാരണം അതിൻ്റെ ആ ഒരു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ കണ്ണെഴുതുമ്പം ഈ കണ്ണിന് വരയ്ക്കുമ്പോൾ ടെയിലിടും. അപ്പോൾ ആ വാല് വരയ്ക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു ക്യാപ്പാണ് കേട്ടോ, ആ ഒരു ബ്രഷ്. അതെനിക്കൊരു ഫൈനായിട്ടുള്ളൊരു ലൈൻ ഇങ്ങനെ തരും. പിന്നെ ലാസ്റ്റ് ആ ടെയിലിടുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നേരത്തെ ഞാനൊരു ഹാഫ് വരെ എഴുതി വെക്കുകയുള്ളായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഞാൻ ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, പിന്നെ ഈ ആൾക്കാരൊക്കെ ചിലരുടെ കണ്ണെഴുതുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ നല്ല വേവി ആയിട്ടിരിക്കും. വേവി അല്ല, നല്ല ഫൈനായിട്ട് പോയിൻറ്റഡ് ആയിട്ട് നല്ല കണ്ണിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അപ്പോൾ ആ ടെയിലാണ് അതിന് റീസൺ. സോ എനിക്ക് ആ ടെയിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഒരിട തൊട്ടാണ് ഞാൻ അങ്ങനെ ടെയിലിട്ട് എഴുതാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ കണ്ണ് പാതി മുറിച്ച് വെച്ച പോലെ ഇരിക്കും. പിന്നെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ കാര്യം, രണ്ട് കണ്ണും രണ്ടളവാണെന്നാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക് ഇത് ഡാസ്ലറിൻ്റെയാണ്. ഷെയ്ഡ് മാറി. ഷെയ്ഡ് ആക്ച്വലി അത് പൊളിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ലൈഫിലെന്നല്ല, ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയാൽ സൺസ്ക്രീനോ ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും എനിക്ക് മാത്രമല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് ഉള്ള എല്ലാവർക്കും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഡാർക്ക് ഷെയ്ഡ് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഈ ചോക്ലേറ്റ് ഷെയ്ഡ് അത്ര എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഡാർക്ക് ലിപ്പ് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നും. എനിക്ക് ബ്രൈറ്റ് ഷെയ്ഡായിട്ടുള്ള റെഡ്, മെറൂൺ ആ ഒരു ഷെയ്ഡാണ് താല്പര്യം. പിന്നെ എന്നും ഒരേ ഷെയ്ഡ് ആവാണ്ടിരിക്കാൻ എനിക്ക് കുറച്ച് അല്ലാത്ത ചോക്ലേറ്റ് ഷെയ്ഡും പിന്നെ പിങ്കിഷ് അങ്ങനത്തെ ഷെയ്ഡുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയാലും കറങ്ങിത്തിരിഞ്ഞ് എന്നും ഞാൻ ഈ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി ഇടാറുണ്ട് കേട്ടോ. ബ്ലാക്ക് ഇടുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാമല്ലോ. പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റിനനുസരിച്ച് ഞാൻ ആ ഒരു കളറ് എടുക്കും. പിന്നെ ഇനിയൊരു കാര്യം, ഇത് പല കളറുള്ള പൊട്ടാണ് കേട്ടോ. എനിക്ക് ഈ പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ചും കൂടെ കുഞ്ഞതായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ഞാൻ ചെന്നപ്പോൾ ഈ വലിയ ഒരു പൊട്ടേ ഉള്ളൂ. പിന്നെ അതെനിക്കിഷ്ടമായതുകൊണ്ട് ഞാനങ്ങ് എടുത്തുന്നേ ഉള്ളൂ. പക്ഷേ ഈ പൊട്ട് തൊടുമ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നാറില്ല. ചില ഡ്രസ്സിൻ്റെ കൂടെ മാത്രമേ ഈ പൊട്ട് ചേരുള്ളൂ. ഞാൻ കാണിക്കുന്നത് ആ പൗഡറി ഇത് കളയാൻ വേണ്ടിയിട്ടാട്ടോ, വൈറ്റ് ഷെയ്ഡ് കാസ്റ്റ് കളയാനാണ് ആ പൊട്ടിലെ. പക്ഷേ ഇത് കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ മേക്കപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പം നെക്സ്റ്റ് നമ്മൾ ഹെയർ ഞാൻ ഒന്നും ചെയ്യാറില്ല, വെറുതെ ഇങ്ങനെ ഇട്ടേക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പിടും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ കമ്മൽ കളക്ഷനാണ് കേട്ടോ ഞാൻ ഈ തപ്പുക മീൻസ് ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട്. അത് കാണിക്കുന്നവ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അതെല്ലാം മെസ്സപ്പായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അതിനകത്തെല്ലാം കമ്മൽസ് ഉണ്ട്, അത് ഞാൻ കാണിക്കും ഒരു ദിവസം. അത് കഴിഞ്ഞിട്ട് ഇതിന് ചേരുന്ന ഒരു കമ്മൽ ഞാൻ തപ്പിപ്പിടിച്ചു. ഇതാണ് ആ കമ്മൽ.
റെഡ്. അതിൻ്റെ കളറൊക്കെ കുറച്ച് പോയി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം വന്ന് ഇത് ഊരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കാത് വേദനിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണിത്. ഞാൻ ഓണത്തിനോ അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ വാങ്ങിയതാണിത്. അപ്പോൾ എൻ്റെ ഇത്രേ ഉള്ളൂ എൻ്റെ ഓർണമെൻറ്റ്സ് ആൻഡ് മേക്കപ്പ്. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാകാൻ പോവാണ്. ഇത് എനിക്കിന്ന് 2 കറിയുള്ളൂ കേട്ടോ. ചോറ് ഞാൻ വളരെ കുറച്ചേ ഇപ്പോൾ കഴിക്കാറുള്ളൂ. കാരണം ഈ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് വയറ് ചാടുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോറ് ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് മീൻ വറുത്തത് ഞാൻ ചോറിൽ ഡയറക്റ്റ് വെക്കാറില്ല. ഇങ്ങനെ ഒരു വാഴയിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. അല്ലെങ്കിൽ ആ ചോറിൽ ഫുൾ ആ മീനിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കഴിക്കാനും നമുക്കൊരു ഇഷ്ടം വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പിന്നെ ഇത് മീൻ കറിയാണ് കേട്ടോ. മീൻ വറുത്തേ ഉള്ളൂ എനിക്കിന്ന്. തോരനൊന്നും വെച്ചില്ല. സോ അത് രണ്ടും എടുത്തു, ഞാൻ ബാഗിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ആ പൊട്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല, എന്നാൽ തന്നെയും കുഴപ്പമില്ല. പിന്നെ ഇതാണ് ചെരുപ്പ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.